ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി മോട്ടോർ സ്റ്റാർട്ടേഴ്സാണ്. സ്റ്റാർട്ടേഴ്സ് ഇൻ ഡി സി മോട്ടോർ. ഒരു ഡി സി മോട്ടറിൽ എന്തിനാണ് സ്റ്റാർട്ടർ എന്നുള്ളത് ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. എന്തിനാണ് ഈ സ്റ്റാർട്ടർ എന്നുള്ളത്? സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റാർട്ട് ഡി സി മോട്ടോർ. അതിനുള്ള ഒരു കോമൺ സെൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു ആൻസർ. പക്ഷേ ആസ് എ ടെക്നിക്കൽ സ്റ്റുഡൻറ്റ് നമുക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ മോട്ടർ എന്ന് പറയാൻ പറ്റില്ല. അതിന് സ്പെസിഫിക് റീസൺ ഉണ്ട് സ്റ്റാർട്ടർ കൊടുക്കാൻ വേണ്ടി. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ മോട്ടർ സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക. മോട്ടർ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചർ എന്താണ്? സ്റ്റേഷനറി ആണ്. ആർമേച്ചർ റെസ്റ്റിലാണ്. സോ ആർമേച്ചറിൻ്റെ സ്പീഡ് 0. നമ്മൾ ബാക്ക് ഇ എം എഫിൻ്റെ റിലേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇ ബി സി ഈക്വൽ ടു 5ZNP/60A എന്നുള്ളത്. അപ്പോൾ അതായത് അതിനർത്ഥം ആർമേച്ചർ 0 ആണെങ്കിൽ, ആർമേച്ചർ സ്പീഡ് 0 ആണെങ്കിൽ അവിടെയുള്ള ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത് മോട്ടറിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് RA നോർമലി ഇറ്റ്സ് എ വെരി ലോ വാല്യൂ. ഇറ്റ്സ് എ ലോ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ലോ വാല്യൂ ആണ്. അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് നമ്മൾ ആർമേച്ചറിൽ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനീഷ്യലി ആർമേച്ചർ 0-ലാണ്, മീൻസ് ആർമേച്ചർ സ്പീഡ് 0 ആണ്. ആ സമയത്ത് ബാക്ക് ഇ എം എഫ് ഈസ് ഈക്വൽ ടു 0. നമ്മുടെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് വളരെ ലോ ആയതുകൊണ്ട് ഞാൻ ഈ ആർമേച്ചറിനകത്ത് നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് V കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുൾ ലോഡ് കറണ്ട് വളരെ ഡ്രോ ചെയ്യുന്ന ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആയിരിക്കും. ബിക്കോസ് RA ഈസ് വെരി ലോ. വോൾട്ടേജ് ലോ, കറണ്ട് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കുറവായിരുന്ന സമയത്ത് നമുക്ക് ഡ്രോ ചെയ്യുന്ന കറണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കറണ്ട് ഇപ്പോൾ ആർമേച്ചറിൽ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ട് ഹൈ വോൾട്ടേജ്, നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ ഹൈ കറണ്ട് നമ്മുടെ ആർമേച്ചറിനെയും ആർമേച്ചർ വൈൻഡിങ്ങിനെയും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ കറണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ടാണ്. ഇനീഷ്യലി ഉള്ള നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് നമ്മുടെ സഡൻ റൈസ് ഇൻ കറണ്ടാണ്. ആ കറണ്ടിനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ആർമേച്ചറിനെ അത് ഡാമേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് കറണ്ടിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സേഫ് വാല്യൂയിൽ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡി സി മോട്ടറിനകത്ത് സ്റ്റാർട്ടേഴ്സ് കൊടുക്കുന്നത്, ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിങ് കറണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് കറണ്ടിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് കറണ്ട് ഉണ്ടാവാനുള്ള റീസൺ ആരാണ്? ഈ ലോ റെസിസ്റ്റൻസ് ആണ്. ആർമേച്ചറിൻ്റെ ലോ റെസിസ്റ്റൻസ് ആണ്. സോ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സേഫ് ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മുടെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് പരിധി കൂടുതൽ കൂട്ടാൻ പറ്റില്ല. നമ്മുടെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു കുറച്ച് സമയത്തേക്ക്, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആർമേച്ചർ മാത്രമല്ല, ആർമേച്ചർ റെസിസ്റ്റൻസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ആർമേച്ചറിന് സീരീസ് ആയിട്ട് നമ്മൾ കുറച്ച് റെസിസ്റ്റൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആ റെസിസ്റ്റേഴ്സാണ് നമ്മളെ സ്റ്റാർട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി മോട്ടോർ സ്പീഡ് കൂടി അറ്റൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. സ്പീഡ് അറ്റൈൻ ചെയ്ത് നോർമൽ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഇ എം എഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മുടെ ആർമേച്ചർ കറണ്ടിന് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമ്മൾ ബാക്ക് ഇ എം എഫിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. സോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് ആർമേച്ചർ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുമ്പോൾ ആ ആർമേച്ചർ കറണ്ടിനെ ആര് ലിമിറ്റ് ചെയ്തോളും? നമ്മുടെ ബാക്ക് ഇ എം എഫ് ലിമിറ്റ് ചെയ്തോളും. ഇനീഷ്യലി അത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് ഇ എം എഫ് പ്രസൻ്റ്ലി ഇല്ല. ഇനീഷ്യൽ കണ്ടീഷനിൽ ബാക്ക് ഇ എം എഫ് ഇല്ല. ഇനീഷ്യലി അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല. ബാക്ക് ഇ എം എഫ് ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആർമേച്ചർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല. ആർമേച്ചർ കറണ്ട് വെരി ഹൈ വാല്യൂ ഓഫ് കറണ്ട് അവിടെ വരും. ആ വെരി ഹൈ വാല്യൂ ഓഫ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കറണ്ടിൻ്റെ പാത്തിൽ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദ സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് എ ഡി സി മോട്ടോർ. ഒരു ഡി സി മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടർ ഇത് എന്താ പറയുക, സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യുന്നതോട് കൂടെ അതൊരു അഡീഷണൽ ഫംഗ്ഷനും കൂടെ എടുക്കും. സ്റ്റാർട്ടർ നമ്മുടെ മോട്ടറിനെ ഓവർലോഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പർപ്പസും കൂടെ സ്റ്റാർട്ടർ എടുക്കും. അതും കൂടെ ഓർത്തിരിക്കുക. ദ പ്രൈമറി ഫംഗ്ഷൻ ഓർ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാർട്ടർ ഈസ് ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്. പക്ഷേ
അത് അഡീഷണൽ ആയിട്ട് ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ പർപ്പസും കൂടെ ചെയ്യും എന്ന് മാത്രം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഷണ്ട് മോട്ടർ എടുത്തു, എൻ്റെ സപ്ലൈ ആണ്. ഈ മോട്ടറിന് ഒരു എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് ഇതൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഞാൻ പോയിന്റ് എ എന്നും പോയിന്റ് ബി എന്നും എടുത്തു. ദിസ് ഇസ് സപ്ലൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ഞാൻ ഈ സർക്യൂട്ടിനകത്ത് ഇത്രയും റെസിസ്റ്റൻസിനെ, കംപ്ലീറ്റ് റെസിസ്റ്റൻസിനെ സർക്യൂട്ടിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ മൈ പോയിന്റ് ഈസ്, ഇനീഷ്യൽ പോയിന്റ് ഞാൻ എയിൽ സെറ്റ് ചെയ്യും. ദെൻ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഞാൻ പതുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ പോയിന്റിനെ മൂവ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് കുറച്ച് കൊണ്ടുവന്ന് ഈ പോയിന്റിനെ ബൈപ്പാസ് ചെയ്ത്, റെസിസ്റ്റൻസിനെ ബൈപ്പാസ് ചെയ്ത് കംപ്ലീറ്റ് റെസിസ്റ്റൻസിന് സർക്യൂട്ടിൽ നിന്ന് പുറത്തെടുക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടറിനകത്ത് ആക്ച്വലി ചെയ്യുന്നത്. ഒരു റിയോസ്റ്റാറ്റ് വെച്ച് ഞാൻ ആർമേച്ചർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സോ ഇപ്പോൾ ആർമേച്ചർ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സീരീസ് ആയിട്ട് ഒരു റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പാത്ത് വയ്ക്കും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ റെസിസ്റ്റൻസ് ഇനീഷ്യലി കൊടുത്തിട്ട് പതുക്കെ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് വാല്യൂ കുറച്ച് സ്പീഡ് അറ്റൈൻ ചെയ്യിച്ചിട്ട്, റെസിസ്റ്റൻസ് വാല്യൂ കുറച്ചിട്ടാണ് നമ്മൾ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത് കേട്ടോ. റെസിസ്റ്റൻസ് വാല്യൂ കുറച്ച് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസിസ്റ്റൻസിനെ സർക്യൂട്ടിൽ നിന്നും ഒഴിവാക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഡി സി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡി സി മോട്ടറിൽ സ്റ്റാർട്ടർ ഒരു എസെൻഷ്യൽ തിങ് ആയിട്ട് വരുന്നത്. ദെൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് സ്റ്റാർട്ടറാണ് ഡി സി മോട്ടറിൽ യൂസ് ചെയ്യുക. ഒന്ന് 2 പോയിൻ്റ് സ്റ്റാർട്ടർ, രണ്ടാമത്തത് 3 പോയിൻ്റ് സ്റ്റാർട്ടർ, മൂന്നാമത്തത് 4 പോയിൻ്റ് സ്റ്റാർട്ടർ. 3 സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഡി സി മോട്ടറിൽ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. 2 പോയിൻ്റ് സ്റ്റാർട്ടർ, 3 പോയിൻ്റ് സ്റ്റാർട്ടർ, 4 പോയിൻ്റ് സ്റ്റാർട്ടർ. ഈ 3 പോയിൻ്റ്, 2 പോയിൻ്റ്, 4 പോയിൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടറിൻ്റെ കണക്ഷൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, പറയാം. സോ 2 point, 3 point, 4 point starters. Clear? Then first one, 2 point starter. 2 point starter എന്ന് പറയുന്നത്, 2 point starter എന്ന് പറയുന്നത് ഇതാണ് ഒരു 2 point സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട്. 2 point സ്റ്റാർട്ടർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡി സി സീരീസ് മോട്ടറിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 point സ്റ്റാർട്ടർ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ സ്റ്റാർട്ടറിനകത്ത് പ്രധാനമായിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കോണ്ടാക്ടേഴ്സ്, സീരീസ് റെസിസ്റ്റേഴ്സിൻ്റെ കോണ്ടാക്ടേഴ്സാണ് 1, 2, 3, 4 എന്ന് പറയുന്നത്. ദിസ് ഇസ് സീരീസ് റെസിസ്റ്റർ. 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടാക്ടേഴ്സാണ്. ഈ സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് യുറേക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ബട്ട് സീരീസ് കോണ്ടാക്ടർ എല്ലാം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാസ് ആണ്. ബ്രാസ് സ്റ്റഡാണ് കോണ്ടാക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ പിന്നെ ഇതിനകത്ത് വേണ്ടത് ഒരു സ്പ്രിങ് ആണ്. ഒരു സ്പ്രിങ് ലോഡഡ് ആം, ഈ റെസിസ്റ്റൻസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആം, ഈ ആം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിങ്, ഈ ഹാമിനെ നമ്മുടെ ഫൈനൽ റെസിസ്റ്റൻസ് പോയിന്റിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ്. ഇത്രയാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് കോണ്ടാക്ടർ സ്റ്റഡ്, മൂന്നാമത്തത് നമ്മുടെ ആം, നാലാമത്തത് അതിൻ്റെ സ്പ്രിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ വരാൻ വേണ്ടിയിട്ടാണ്. അഞ്ചാമത്തത് അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫൈനൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 point സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 പോയിൻ്റാണ് ഉള്ളത്. എൽ, എ എന്ന് പറഞ്ഞ 2 പോയിൻ്റാണ് ഇതിനകത്തുള്ളത്. എൽ എന്ന് പറയുന്ന പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മൾ നമ്മുടെ ആമിലും, എൻഡിങ് പോയിൻ്റ് ഹോൾഡിംഗ് കോയിലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തിരിച്ചേക്ക് എടുക്കും. റെഡി? അപ്പോൾ ആമിന് റെസിസ്റ്റൻസ് എല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്ത് അത് നമ്മുടെ ഹോൾഡിംഗ് കോയിലേക്ക് വയ്ക്കും. ഹോൾഡിംഗ് കോയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലാണ്. എന്തിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ ഈ കോയിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ നമ്മൾ ആമിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് വിട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ആവുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഫീൽഡ് കൊണ്ടുള്ള അട്രാക്ഷൻ ഒഴിവാക്കി ഇട്ടിട്ട് റിപ്പിൽ ചെയ്ത് കിട്ടും. സോ ഈ 2 point സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 പോയിൻ്റ് ഉണ്ടാവും. ഒരു പോയിൻ്റ് നമ്മുടെ ആർമേച്ചറിൽ ആമിലേക്കും, രണ്ടാമത്തെ പോയിൻ്റ് ഡയറക്റ്റ് ഹോൾഡിംഗ് സർക്യൂട്ടിലേക്കോ ഹോൾഡിംഗ് കോയിലേക്കോ ആണ് കണക്ട് ചെയ്യും. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പർപ്പസിനാണ് ഇത് നോർമലി യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് തിക്ക് വയേഴ്സ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് തിക്ക് വയേഴ്സ് വയർ ചെയ്യാൻ കാരണം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിന് സീരീസ് ആയിട്ടാണ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഹോൾഡിംഗ് സർക്യൂട്ട് ഇതിന് കംപ്ലീറ്റ് ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും,
ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആർമേച്ചർ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. റെഡി. ദെൻ അതാണ് നമ്മുടെ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടറിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ല. നമ്മൾ സ്റ്റാർട്ടറിന് 2 ഫംഗ്ഷൻ പറഞ്ഞിരുന്നു, ലിമിറ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട് ആൻഡ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്റ്റാർട്ടറാണ് 2 പോയിൻറ്റ് സ്റ്റാർട്ടർ. ക്ലിയർ. ദെൻ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 പോയിൻറ്റ്സ് ഉണ്ടാവും. 3 പോയിൻ്റ് എന്ന് പറയുന്നത് നമ്പർ 1 പോയിൻ്റ് ഈസ് നമ്മുടെ ആം എൽ, ആമിലേക്കുള്ള കണക്ഷനാണ്. ഈ കണക്ഷന് കൂടെ നമ്മൾ ഇതിനകത്ത് ഒരു ഓവർലോഡ് അസംബ്ലി എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടു പ്രൊട്ടക്റ്റ് ഫ്രം ഓവർലോഡ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കോയിൽ നിന്നാണ്. മൂന്നാമത്തത് എടുക്കുന്നത് ഫ്രം ഡയറക്റ്റ് റെസിസ്റ്റൻസ്. അതായത് നമ്മൾ 2 പോയിൻറ്റ് സ്റ്റാർട്ടറിനകത്ത് ഹോൾഡിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്തത് ഡയറക്റ്റ് ആർമേച്ചറിലേക്കായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡിലേക്കാണ്. റെഡി. ദിസ് സ്റ്റാർട്ടർ നോർമലി യൂസ്ഡ് ഫോർ ബോത്ത് ഡി സി ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ. ഡി സി ഷണ്ട് ജനറേറ്ററിനും കോമ്പൗണ്ട് ജനറേറ്ററിനും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹോൾഡിംഗ് കോയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡിലേക്കാണ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ ആൻഡ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. റെഡി. ആർമേച്ചർ നമ്മുടെ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടും ഫീൽഡ് ഹോൾഡിംഗ് കറണ്ടിന് സീരീസ് ആയിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ. ദെൻ അതാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ ഡിഫറൻസ്. ഡി സി ഷണ്ട് ജനറേറ്ററിലും കോമ്പൗണ്ട് ജനറേറ്ററിലാണ് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഈ സ്റ്റാർട്ടറിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ 2 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ല. ഇതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് സപ്ലൈ ചെയ്യും, കട്ട് ചെയ്യും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോൾഡിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡ് വൈൻഡിങ്ങിലാണ്. ഹോൾഡിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡ് വൈൻഡിങ് ആണ്. സപ്പോസ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് കറണ്ട് കുറയാമെന്ന് വിചാരിക്കും. ഫീൽഡ് വൈൻഡിങ് കറണ്ട് കുറഞ്ഞു പോയി. ഫീൽഡ് വൈൻഡിങ് കറണ്ട് കുറയുന്നപ്പോഴാണ് സ്പീഡ് ഓഫ് ഷണ്ട് മെഷീൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ സ്പീഡ് റേറ്റഡ് സ്പീഡിനേക്കാളും കൂട്ടിക്കഴിഞ്ഞു. ക്ലിയർ. ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് റേറ്റഡ് സ്പീഡിനേക്കാളും കൂട്ടി. ഇപ്പോൾ റേറ്റഡ് സ്പീഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഫീൽഡ് കറണ്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഫീൽഡ് കറണ്ടിനെ ഡിക്രീസ് ചെയ്യും. റേറ്റഡ് സ്പീഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഫീൽഡ് കറണ്ട് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിലുള്ള അല്ലെങ്കിൽ ഹോൾഡിംഗ് കോയിലിനുള്ള എനർജൈസേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ എനർജൈസേഷൻ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഫീൽഡ് കോയിൽ ഈ ഹോൾഡിംഗ് കോയിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഹോൾഡിംഗ് കോയിൽ നമ്മുടെ ആമിനെ റിപ്പൽ ചെയ്യും. ആമിനെ ആ ഹോൾഡ് ചെയ്തെടുത്തുനിന്ന് ഒഴിവാക്കി കളയും. അപ്പോൾ നമുക്ക് റേറ്റഡ് സ്പീഡിലേക്ക് മുകളിലേക്ക് നമ്മുടെ മെഷീനെ നമ്മുടെ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആർമേച്ചർ ഫീൽഡ് കറണ്ട് കുറയും. ഫീൽഡ് കറണ്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എനർജൈസേഷൻ വീക്കാവുന്ന സമയത്ത് അത് ആമിനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ എന്ത് സംഭവിച്ചു? മോട്ടർ ട്രിപ്പായി പോകും. സോ നമുക്കൊരിക്കലും 3 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും ഈ മോട്ടോറിനെ റേറ്റഡ് സ്പീഡിനേക്കാളും മേലെ റൺ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. റേറ്റഡ് സ്പീഡിന് മേലേക്ക് നമുക്ക് ഒരിക്കലും 3 പോയിൻറ്റ് സ്റ്റാർട്ടർ വെച്ചിട്ട് മോട്ടർ റൺ ചെയ്യാൻ പറ്റില്ല. റേറ്റഡ് സ്പീഡിലേക്ക് റേറ്റഡ് സ്പീഡിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യും. ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോയിലുള്ള സപ്ലൈ കുറയും. സ്ട്രെങ്ത് വീക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് കപ്പാസിറ്റി വീക്കാവും. നമ്മുടെ സ്റ്റാർട്ടർ ആമിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തള്ളും. ക്ലിയർ. ഈ ഡിസഡ്വാൻറ്റേജ് റെക്ടിഫൈ ചെയ്തിരിക്കുന്ന നമ്മളുടെ സ്റ്റാർട്ടറാണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടറാണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. റെഡി. 4 പോയിൻറ്റ് സ്റ്റാർട്ടർ 4 പോയിൻ്റ് ഉണ്ടാവും. അതിലെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിംഗ് കോയിലിനെ ഫീൽഡിൽ നിന്ന് കണക്ട് ചെയ്യുന്നതിന് പകരം ഹോൾഡിംഗ് കോയിലിനെ ഡയറക്റ്റ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ആമ തന്നെ. സെക്കൻഡ് പോയിന്റ് നമ്മുടെ നേരത്തെ നമ്മുടെ 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൽ ഉണ്ടായിരുന്നത് ഹോൾഡിംഗ് കോയിലാണ്. ഈ ഹോൾഡിംഗ് കോയിൽ നിന്നുള്ള സർക്യൂട്ട് വരുന്നത് ഡയറക്റ്റ് സപ്ലൈയിലേക്കാണ്. സോ ഡയറക്റ്റ് സപ്ലൈ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോയിലിനെ എനർജൈസ് ചെയ്യുന്നത്. റെഡി. ദെൻ ഫീൽഡ് സെപ്പറേറ്റ്, നമ്മുടെ ആർമേച്ചറും സെപ്പറേറ്റ്. ഇതാണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്.
ഈ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ നമുക്ക് ഷണ്ടിലും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ കോമ്പൗണ്ടിലും യൂസ് ചെയ്യാം. റെഡി? ഷണ്ടിലും യൂസ് ചെയ്യാം, കോമ്പൗണ്ടിലും യൂസ് ചെയ്യാം. എപ്പോൾ, ഏത് കണ്ടീഷനിൽ നമുക്ക് മോട്ടർ ഇൻക്രീസ് സ്പീഡിനേക്കാളും കൂടുതലായിട്ട് സ്പീഡിൽ നമ്മുടെ വോൾട്ടേജ് മോട്ടർ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ 3 പോയിൻറ്റ് ആൻഡ് 4 പോയിൻറ്റ്. ഇതല്ലാതെ വേറൊരു ഡിഫറൻസും ഇല്ല. ആകെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോയിൽ ഡയറക്റ്റ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മോട്ടറിനെ നോർമൽ സ്പീഡിനെ അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡിനേക്കാളും മേലെ റൺ ചെയ്യിക്കാൻ പറ്റും. റേറ്റഡ് സ്പീഡിൽ മേലെ റൺ ചെയ്ത് കഴിഞ്ഞാലും ഫീൽഡ് കറണ്ട് വീക്കൻ ആവുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹോൾഡിംഗ് സർക്യൂട്ടിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് കപ്പാസിറ്റി ലോസ് ആവില്ല. സോ ദാറ്റ്സ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. അപ്പോൾ ഈ 4 ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഡി സി മെഷീനിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ സ്റ്റാർട്ടറും എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറിലാണ്. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ട് മോട്ടറിലും അതേപോലെ തന്നെ കോമ്പൗണ്ട് മോട്ടറിലുമാണ് യൂസ് ചെയ്യുക. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ കഴിഞ്ഞാൽ പിന്നെ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ ഉണ്ട്. 4 പോയിൻറ്റ് സ്റ്റാർട്ടർ നമ്മൾ ഷണ്ട് മോട്ടറിലും കോമ്പൗണ്ട് മോട്ടറിലും യൂസ് ചെയ്യും. എപ്പോൾ നമുക്ക് കൂടുതൽ സ്പീഡ് നമ്മുടെ റേറ്റഡ് സ്പീഡിനേക്കാളും മേലെ ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. ക്ലിയർ? താങ്ക് യു.